തിരുവനന്തപുരത്തുകാരോടാണ്, നിങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. ചരിത്ര പുസ്തകങ്ങളിലെ മറ്റു സ്ഥലങ്ങളിലുള്ള നിർമ്മിതികൾ കണ്ട് അത്ഭുതപ്പെട്ട നമ്മൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. പറഞ്ഞു വരുന്നത് തിരുവനന്തപുരത്തിന്റെ സ്വന്തം മടവൂർപ്പാറ ഗുഹാക്ഷേത്രത്തെ കുറിച്ചാണ്. വൈകുന്നേരത്തെ ചാറ്റൽ മഴയിലെ ബൈക്ക് യാത്ര അതൊരു പ്രത്യേക വൈബാണ്. ബൈക്ക് വെക്കുന്ന സ്ഥലത്ത് തന്നെ പുരാവസ്തു വകുപ്പിന്റെ ഒരു ബോർഡ് കാണാം, സംരക്ഷിത സ്മാരകം. ആർച്ചിനകത്തോട്ട് കയറിയാൽ ഈ കാണുന്ന രജിസ്റ്ററിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒന്ന് ചെറുതായിട്ട് എഴുതാം. വൈകുന്നേരത്തെ മഴ പെയ്തു തോർന്നൊരു അന്തരീക്ഷം. ആദ്യമേ തന്നെ പറയട്ടെ, പ്രായഭേദമന്യേ ഏതൊരാൾക്കും ഈ പാറയുടെ മുകളിൽ കയറാനും ഈ കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിക്കാനും കഴിയും. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും. നിങ്ങളുടെ ഫ്രണ്ട്സുമായോ ഫാമിലിയുമായോ വീക്കെൻഡിലെ സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ പറ്റിയൊരു മനോഹര ഇടം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ യൂട്യൂബിലെ ഇവിടുത്തെ പഴയ വീഡിയോകൾ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അതിൽ പറയുന്ന ഒരു ബാംബു ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. 2016 വലിയ ആഘോഷങ്ങളോടെയാണ് ഈ ഒരു ബ്രിഡ്ജ് ഉദ്ഘാടനം നടത്തിയത്. എന്നാൽ അത് തുടങ്ങി വെക്കാനുള്ള ഒരു ആവേശം മെയിന്റനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കാണിക്കാത്തതുകൊണ്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മുളകൾ പലതും നശിക്കുകയും അതുകൊണ്ട് തന്നെ പ്രവേശനമില്ല എന്ന് ഈ ഒരു കവാടത്തിൽ വളരെ മനോഹരമായ രീതിയിൽ ഒരു DTP എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. മെയിന്റനൻസ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, ശരിയാക്കുമായിരിക്കാം. പക്ഷെ എന്ത് തന്നെ ആയാലും ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ചകൾ അതിമനോഹരമാണ്. ഒരുപാട് ആൾക്കാർ വീക്കെൻഡുകളിൽ ഇവിടം സന്ദർശിക്കുന്നുണ്ട്. നിലവിലിവിടെ എൻട്രി ഫീസ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ ചെറിയൊരു എൻട്രി ഫീസ് വെച്ച് ഇതൊക്കെ ഒന്ന് മെയിൻ്റെനൻസ് ചെയ്തു പോയിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ ചരിത്ര പ്രാധാന്യം കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും ഏറ്റവും മികച്ചൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. ഇവിടെ വരുന്നവര് ഉറപ്പായി സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് മടവൂർപ്പാറയുടെ പ്രത്യേകതയായ ഗുഹാക്ഷേത്രം. ഈയിടെയായിട്ട് ഞാൻ എവിടെ പോയാലും ഈ ഒരു പടിക്കെട്ടുകളുടെ ഒരു ബഹളമാണ്. അങ്ങനെ ഞാൻ ഈ പടികൾ കയറി പോകുന്നത് ഏകദേശം 1300 വർഷം പഴക്കമുള്ള തൂണുകൾ മുതൽ അകത്തെ വിഗ്രഹം വരെ ഒരൊറ്റ പാറയിൽ പണിതെടുത്തൊരു എഞ്ചിനീയറിംഗ് വിസ്മയം കാണാനാണ്. വൈകുന്നേരം 5:30ക്കാണ് ക്ഷേത്രം തുറക്കുന്നത്. ആദ്യത്തെ ഒരു വലിയ പടികൾ കയറി മുകളിലെത്തുമ്പോഴത്തേക്കും നമ്മൾ വലത് സൈഡിലായിട്ട് ക്ഷേത്രത്തിന്റെ ഒരു ഓഫീസ് കാണാൻ പറ്റും. അർച്ചന, വഴിപാട് എന്നിവയ്ക്കുള്ള രസീതുകൾ നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങേണ്ടത്. ഇനി നമ്മൾ കാണാൻ വന്നൊരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഈ പാറയിൽ കൊത്തിവെച്ചിരിക്കുന്ന പടികൾ കയറണം. മഴ പെയ്ത് തോർന്നൊരു സമയമായതുകൊണ്ട് തന്നെ ഈ കുത്തനെയുള്ളൊരു പടികൾ കയറുക എന്ന് പറയുന്നത് ചെറിയൊരു പരിപാടിയല്ല. ചതുരാകൃതിയിൽ പാറയുടെ ഉള്ളിലേക്ക് തുറന്നു നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ശിവക്ഷേത്രം 9ാം നൂറ്റാണ്ടിലെ പല്ലവ കാലഘട്ടത്തിലെ ശേഷിപ്പുകളായിട്ടാണ് പുരാവസ്തു വകുപ്പ് കണക്കാക്കുന്നത്. ഇനി എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാല്, ക്ഷേത്രത്തിന്റെ തൂണുകളും വശങ്ങളിലുള്ള ഈ ഒരു സുബ്രഹ്മണ്യന്റെയും ഗണപതിയുടെയും വിഗ്രഹങ്ങളും ശ്രീകോവിലും ഉള്ളിലെ പീഠവും അതിലെ ശിവലിംഗവും എല്ലാം തന്നെ ഈ ഒരു ഒറ്റ പാറ തുരന്ന് നിർമ്മിച്ചതാണ്. ഒറീസയിലെ ഗണ്ഡഗിരി, ഉദയഗിരി ജൈന സംസ്കാരങ്ങളോട് താരതമ്യപ്പെടുത്താവുന്ന രീതിയിലുള്ള സമാനതകൾ ഉണ്ടെന്നാണ് പുരാവസ്തു വകുപ്പിന്റെ നിഗമനം. ക്ഷേത്രത്തിന്റെ തൂണുകളിൽ ആ കാലഘട്ടത്തിലെ വട്ടെഴുത്തുകളും നമുക്ക് കാണാൻ കഴിയും. ആത്മീയ അന്തരീക്ഷത്താൽ ചുറ്റപ്പെട്ട വലിയൊരു എഞ്ചിനീയറിംഗ് വൈവിധ്യം തന്നെയാണ്. ഇനി കൃത്യമായൊരു സ്ഥലം ചോദിക്കുവാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോടിനും ചെമ്പഴന്തിക്കും ഇടയിലുള്ള കാട്ടായിക്കോണത്താണ് ഈ ഒരു മടവൂർപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഫോളോ ചെയ്തോ, വീണ്ടും കാണാം.